ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജല സഞ്ജു. അപ്പം ഇന്ന് നമ്മൾ മദീനത്തേക്ക് പോയെത്തി ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ കുറേ ദിവസമായി കരുതണം പോകണമെന്ന്. അപ്പം നമുക്ക് ഇന്നാണ് അതിൻ്റെ ടൈമൊക്കെ കിട്ടിയത്. അപ്പം നമ്മളിങ്ങനെ പോകാമെന്ന് ഇരുത്താണ്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോണ വഴിക്ക് നമ്മൾ ഫുള്ള് കാണുന്നത് ഇങ്ങനത്തെ ഒരു കാഴ്ചകളാണ് കേട്ടോ. ഫുള്ള് പാറകളും ഒഴിഞ്ഞ റോഡുകളും കേട്ടോ. റോഡിലൊന്നും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. ഒരു 120, 110, 120 ആ ഒരു സ്പീഡിലാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മളെ കൂടെ വേറൊരു ഫാമിലി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരും കൂടെ ഉണ്ട് നമ്മളെ കൂടെ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മൾ ഉച്ചക്കൊരു 12 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ നമ്മളൊരു 6 മണി, 5 മണി, 5:30, 6 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ മദീനത്തേക്ക് എത്തുന്നില്ല ഇതിലാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഇടയ്ക്ക് നമുക്ക് ചെറിയ ടൗണുകളൊക്കെ കാണാം കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമില്ല നമുക്ക് കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെയും നമ്മൾ വീണ്ടും മരുഭൂമിക്ക് തന്നെ കയറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പോണ വഴിക്ക് നമുക്ക് കാണുന്ന ആകെ ഒരു മരുഭൂമിയാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മരുഭൂമി കൂടി. നല്ല അടിപൊളി യാത്രയായിരുന്നു. നമ്മൾ മക്കത്ത് വന്നിട്ട് അങ്ങനെ മരുഭൂമി കൂടി നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതൊക്കെ കാണുന്നത്. അപ്പം നമ്മളിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു കേട്ടോ, മണൽക്കാറ്റ്. അപ്പോൾ നല്ല വണ്ടിമൊക്കെ അടിക്കണ്ടായിരുന്നു. അതേപോലെ റോഡ് കൂടിയൊക്കെ നിറച്ച് മണലാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഇത് കൂടിയൊക്കെ പോണവർക്ക് വണ്ടിക്കൊക്കെ നല്ല പരിക്കുണ്ടാവും കേട്ടോ, മണൽക്കാറ്റൊക്കെ അടിച്ചങ്ങാണ്ട്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ പെട്രോൾ പമ്പ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെയും പെട്രോൾ പമ്പൊന്നും കാണുന്നില്ല. ഫുള്ളി മരുഭൂമി ആയതുകൊണ്ട് നമ്മൾ കുറേ നോക്കി, പെട്രോൾ പമ്പൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എണ്ണ അടിക്കാതെ കേട്ടോ അവിടുന്ന് പോകുന്നത് മക്കത്തുനിന്ന്. അപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് പെട്രോൾ പമ്പൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ കുറേ പമ്പിൽ കയറിയപ്പോൾ അവിടെ നിന്ന് ചില പമ്പിലൊന്നും എണ്ണ ഇല്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു പമ്പിൽ നിന്ന് നമുക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട്. അവിടെ എണ്ണയൊക്കെ അടിച്ചങ്ങാണ്ട് പോവുകയാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി അങ്ങനെയാണ് കേട്ടോ പോണത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫുള്ളിങ്ങനെ കല്ലായിട്ടോ, നമ്മളെ വെട്ടുകല്ല് പോലത്തെ ഇങ്ങനെ പാറയുടെ കല്ലുകൾ ഇങ്ങനെ ഇട്ട്. ഇത് ഇവിടെ കൊടുന്നിട്ടാണോ ഓൾറെഡി ഇല്ലതാണോ നമുക്കറിയില്ല കേട്ടോ. ഫുള്ള് റോഡിൻ്റെ സൈഡിൽ കൂടി നിറച്ച് പാറകളായിട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിസ്കരിക്കാനൊക്കെ പള്ളിയിലൊക്കെ നമ്മൾ നിർത്തിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ഷീണവും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ റോഡിൻ്റെ സൈഡിൽ വണ്ടി കാര്യങ്ങളൊന്നും നിർത്താൻ പറ്റില്ല കേട്ടോ. നമുക്ക് സൈഡാക്കി നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പള്ളിയിലൊക്കെ ഉള്ളത് നമുക്ക് ഒന്ന് നിർത്തിയൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇടയ്ക്ക് നമ്മൾ കുറച്ചൊക്കെ ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, വണ്ടിയൊക്കെ നിർത്തിക്കാണ്ട്. അപ്പം അങ്ങനെ പോവുകയാണ്. മണലിൻ്റെ കൂനകളാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഈ ഒരു മരുഭൂമിയിൽ നമ്മൾ കുറേ ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടകം, ആട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചുവപ്പ് മലകളായിട്ടോ, നമ്മൾ നാട്ടിലൊക്കെ പോലത്തെ മലകളായിട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം നമ്മളതൊക്കെ കണ്ടു അങ്ങനെ പോകാൻ കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തിട്ടോ, ചെറിയ ടൗണ്. പിന്നെ ഇങ്ങനെ കുറച്ച് പോയപ്പോൾ ഇനി ഈത്തപ്പഴത്തോട്ടം കാണാൻ കിട്ടിട്ടോ. പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് ഈത്തപ്പഴമൊന്നുമില്ല. പിന്നെ നമ്മൾ മദീനത്തെ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങുകയാണ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. എവിടെയെങ്കിലൊക്കെ ഒന്ന് വണ്ടി നിർത്തിയാലുള്ള നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാനായിരുന്നു കേട്ടോ ടൈം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ മീനയുടെ അവിടെ ഉള്ള അപ്പോൾ ഇതിക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ പാർക്കിങ്ങൾക്ക്. അവിടെ ഫുള്ളായിരുന്നു, ക്ലോസ് ചെയ്തു. 2 വട്ടം നമ്മളവിടെ കറങ്ങി. അപ്പോൾ അവിടെ ഒന്നും പാർക്കിങ് കിട്ടാനില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ കറങ്ങുകയാണ്. വന്ന വഴി കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ ലൊക്കേഷൻ ഇട്ട് പോവുകയാണ്. നമ്മൾ പാർക്കിംഗ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കിയിട്ടോ. പോണ വഴിക്ക് നമ്മൾ കുറേ മ്യൂസിയം കണ്ടിട്ട് നമുക്ക് ഇവിടെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വഴിക്ക് ഇറങ്ങിയിട്ട്, അപ്പോൾ ഒരു വണ്ടി നിർത്തിയിട്ട് വരാറിട്ട് നമ്മളങ്ങനെ വഴിക്ക് ഇറങ്ങുക ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് നടക്കാണ്ട് കേട്ടോ റോഡിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ പോകണ വഴിക്ക് കുറേ പോലീസന്മാരുണ്ട് കേട്ടോ, നല്ല സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ സെക്യൂരിറ്റികളാണ്. ഈ ഒരു നോമ്പിൻ്റെ ടൈം ആവുകൊണ്ടാണ് ഇത്ര സെക്യൂരിറ്റികളും കാര്യങ്ങളും. നമുക്ക് എവിടെ നിൽക്കാനോ ഇരിക്കാനോ അങ്ങനെ ഒന്നും അയക്കണില്ല കേട്ടോ നമ്മളെ. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധൃതിയിൽ നടന്നു പോവുകയാണ്. നമുക്ക് നോമ്പ് ബാങ്ക് കൊടുക്കണതിൻ്റെ ആ ഒരു ടൈമിൻ്റെ മുന്നേ അതിൻ്റെ ഉള്ളിലേക്ക് എത്തണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല നടക്കാണ്ട്. അപ്പോൾ നടന്നിട്ട് എത്തണില്ല. നമ്മൾ എവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, നടക്കണമുണ്ട് ഓടണമുണ്ട്. അപ്പം അങ്ങനെ നിൽക്കണതിൻ്റെ കൂടെ എല്ലാം താത്താക്ക് വഴിയൊക്കെ അറിയാം കേട്ടോ.
ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏകദേശം ഉള്ള വഴികളൊക്കെ അറിയാം. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് കാണുന്നൊക്കെ ഒരേപോലെ തോന്നുന്നുണ്ട്. നമ്മൾ ഒരു ഗേറ്റ് കൂടി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഗേറ്റ് കൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ വഴി തെറ്റും. അപ്പോൾ നല്ല തിരക്കുമാണ്. അപ്പോൾ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ എന്തായാലും വഴി തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഏകദേശം അവിടേക്ക് എത്താനായി. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതുകൂടി എന്താണെന്ന് വെച്ചാൽ ആണുങ്ങൾ വേറെ വഴി കൂടിയും പെണ്ണുങ്ങൾ വേറെ വഴിയാണ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയപ്പോൾ നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോമ്പ് ഇറക്കാല സാധനങ്ങൾ നമുക്ക് കൊടുന്നു തരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ കിട്ടിയ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിരിച്ചുങ്ങാണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ വീഡിയോ കെട്ടിക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് നോക്കാം നോമ്പ് ഇറക്കുമ്പോൾ. അപ്പോൾ കുറേ ആൾക്കാർ ഇതാട്ടോ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കില്ലതൊക്കെ ഇങ്ങനെ കൊടുന്നു തരും കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് പൊതി കിട്ടിയിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലും വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. ഇതൊക്കെ ബന്നും ബ്രെഡും എന്തൊക്കെ കാണുന്നുണ്ട്, ബിസ്ക്കറ്റൊക്കെ അറിയില്ല. നമുക്ക് ഇവിടുത്തെ നോമ്പ് നമ്മൾ ആദ്യമായിട്ടാണ്. പിന്നെ നമുക്ക് വേറെ ബന്നും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്തിനാ അറിയില്ല, കുറേ ബന്നുകൾ തരുന്നുണ്ട്. നമുക്കറിയില്ല അതുപോലെ എന്തൊക്കെയാണെന്ന്, ഫുഡാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴിക്കണത്. അപ്പോൾ നമ്മൾ വന്നതിനേക്കാട്ടും തിരക്കിനെ കൂടി വരികയാണ് കേട്ടോ. ആൾക്കാരിങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഒരു എല്ലായിടത്തേക്കും സാധനങ്ങൾ എല്ലാവർക്കും എത്തിച്ചു തരുന്നുണ്ട് കേട്ടോ, നോമ്പറക്കാല സാധനങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ മുകളിൽ നോക്കിയപ്പോൾ നല്ല ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാനങ്ങനെ നോക്കി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് സെക്യൂരിറ്റിൻ്റെ ഇതായതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് വേറെ ഒരു പൊതി കൂടി കിട്ടിയത് കേട്ടോ. അതിൽ എന്തൊരു ലബനും എന്തൊക്കെ വെള്ളവും ഈത്തപ്പഴക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ഹെലികോപ്റ്റർ തന്നെ നോക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ആകാശത്ത് കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കണ കാണാൻ. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കിക്കണം കേട്ടോ. സേഫ്റ്റീൻ്റെ ആൾക്കാരാണ്. അത് ഒരു നോമ്പ് ഇറക്കോളം ഉണ്ടാവട്ടെ കൂടി അത് കഴിഞ്ഞാൽ നിൽക്കും. പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആവാനായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ എത്തിയ വെള്ളം തുറക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ബാങ്ക് കൊടുത്തു. നമ്മൾ ഇനി ആദ്യം തന്നെ നമ്മൾ ഈത്തപ്പഴമാണ് കേട്ടോ കഴിച്ചത്. പിന്നെ എന്തൊക്കെ ഒരു ബന്ന്, ഒരു നട്ട്സ്, ഒരു ബിസ്ക്കറ്റ്, ഒരു യോഗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം കുടിച്ചു. പിന്നെ നമ്മൾ ആ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ട് എന്തൊരു ഈത്തപ്പഴത്തിൻ്റെ ബിസ്ക്കറ്റ് ആയിരുന്നു, വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓരോ കഴിക്കണിട്ട് കഴിച്ചത് യോഗട്ടിൽ എന്തൊരു പൗഡർ ഇട്ടിട്ട് ഈ ഒരു ബന്നയിൽ മുക്കിങ്ങാണ്ട് കഴിച്ചു കേട്ടോ. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കഴിച്ചിങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മളവിടെ ഇരുന്നുങ്ങാണ്ട് തന്നെ മഗ്‌രിബൊക്കെ നിസ്കരിച്ചു കേട്ടോ. പിന്നെ മയ്യത്ത് നിസ്കാരം ഉണ്ടായിരുന്നു, അതൊക്കെ നിസ്കരിച്ച് അങ്ങനെ ഇരുന്നു കുറച്ച് നേരം. പിന്നെ നമ്മളവിടെ നിന്ന് നീച്ചങ്ങാണ്ട് നേരെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നോക്കാം കേട്ടോ. നമ്മൾ ഉള്ളിൽ കയറുന്നതിൻ്റെ കുറച്ചും കൂടി നടക്കാണ്ട് അവിടുന്ന്. അപ്പോൾ പിന്നെയും വീണ്ടും നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കൂടെ വന്ന താത്ത ഇങ്ങനെ മുന്നിലെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പിന്നിലിങ്ങനെ നടക്കുകയാണ്. വഴി തെറ്റാനും പാടില്ല. വഴി തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് റൗളൻ്റെ മുന്നിൽ. ഇത് കൂടി നമുക്ക് ഉള്ളിലേക്ക് കയറാമെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം, നമുക്ക് അറിയില്ല ഉള്ളിൽ കയറാൻ പറ്റുമോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറേ ആൾക്കാർ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുബ്ബൻ്റെ മുന്നിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാൻ കേട്ടോ. എല്ലായിടത്തും ഇതേപോലെ ഓല് ഇങ്ങനെ അടച്ചിട്ട് കാണട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരിങ്ങനെ വന്ന് അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കുറേ നേരം ഇങ്ങനെ അടക്കും. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. ഒരു ഫാൻ ഇട്ടോ, ഒരു ഫാൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ അത് നോക്കുമ്പോൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതേമാതിരി തന്നെ ഒരു ഫാൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തണുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. പക്ഷേ നല്ല ഇതുണ്ട് കേട്ടോ, നല്ല കൂളിംഗ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ അത്രയും ആൾക്കാർ നിൽക്കണമല്ലേ. അപ്പോൾ നമ്മൾ നേരെ പോയത് പള്ളിക്കാണ് കേട്ടോ. പള്ളിയുടെ ഉള്ളിൽ കയറി നമ്മൾ അവിടെ നിന്ന് നിസ്കരിച്ചു കേട്ടോ. രണ്ടരക്കാത്ത നിസ്കാരമൊക്കെ നിസ്കരിച്ചു. കുറേ ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കയറി നിസ്കരിച്ചു. കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി കേട്ടോ, യാസീനൊക്കെ ഓതി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പ്രാർത്ഥിച്ച് അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കണ്ടത് നമ്മളെ സംസം വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി മക്കത്ത് മാത്രമല്ല സംസം വെള്ളം, മദീനത്തും ഉണ്ട് കേട്ടോ സംസം വെള്ളം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സംസം വെള്ളമൊക്കെ കുടിച്ചു. കുറച്ച് നമ്മൾ കുപ്പിയിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇതേപോലെ കുപ്പിയിലൊക്കെ നിറക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. വീണ്ടും നമുക്ക് റോളിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കാൻ വേണ്ടി കയറി കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ പെണ്ണുങ്ങളെ കയറ്റില്ല കേട്ടോ. ആ ഒരു 29-30 കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ബാക്കിൽ കൂടി പെണ്ണുങ്ങൾക്ക് കയറായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറ്റൂല.
അപ്പോൾ ഈ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല അവിടെ പെണ്ണുങ്ങളെ കയറ്റില്ല. കുറേ നേരം ഞാൻ അവിടെ നിന്നു. കയറും ആരെങ്കിലും കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കിൽ കയറാലോ കയറ്റിയിട്ട് നമ്മൾ കുറേ നേരം നിന്നിട്ട്, പക്ഷെ ആരും കയറ്റുണ്ടായിരുന്നില്ല. ഇപ്പുറത്തെ സൈഡിൽ കൂടി ആണുങ്ങൾ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. പെണ്ണുങ്ങളെന്തോ ആരും കയറ്റുണ്ടായിരുന്നില്ല, എന്താണെന്ന് അറിയില്ല. അതേപോലെ കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ കാത്തുക്കുണ്ടായിരുന്നു, അവരൊന്നും കയറ്റിയിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ അവിടെ നിന്ന് ആട്ടി വിടുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇരിക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മളവിടെ അങ്ങനെ നിൽക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉള്ളിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. നമുക്ക് നുസ്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റൊന്നും റോളൻ്റെ. അപ്പോൾ നമ്മൾ കുറേ നോക്കിയിട്ട് നമ്മൾ ഫോണിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വരുന്നവർക്ക് കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ കുറേ നോക്കി കിട്ടാൻ, അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടു, കിട്ടിയവരൊക്കെ അവിടെ ഇങ്ങനെ സ്കാൻ ചെയ്ത് കണ്ട് ഉള്ളിൽ കയറുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ വന്ന വഴി കൂടി തന്നെ പുറത്തിറങ്ങണം. അപ്പോൾ അവിടേക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മളെ ഗേറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ കുറച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ നമ്മളെ പുറത്തെത്തിയിട്ടോ. പുറത്ത് നമ്മൾ ഈ ഒരു നമ്പർ ഉണ്ട്, എല്ലാ ഗേറ്റിന് മുന്നിൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പുറത്തെത്തിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മളെ കാറിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. കാർ എവിടെ നിർത്തിക്കണേ നമുക്കറിയില്ല. അപ്പോൾ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ നോക്കിക്കാണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ കാറിൻ്റെ അടുക്ക്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കുറേ ചെറിയ ചെറിയ കടകൾ കണ്ടു കേട്ടോ. അങ്ങനെ നിറയെ കടകളുണ്ട്. അപ്പോൾ നമ്മളതിൽ കുറച്ച് എണ്ണത്തിൽ കയറിയാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി എത്തിയിട്ട് നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി കയറി കേട്ടോ. വണ്ടി കയറിയാണ്ട് നമ്മളിങ്ങനെ പോവാണ്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വണ്ടി കയറിയത്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ഇപ്പോൾ ഒരു ടൈം ഏകദേശം ഒരു 10:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും ഇനി മക്കത്തൊക്കെ എത്തുമ്പോഴത്തേന് ഒരു 4 മണിയൊക്കെ ആവും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നാളെ നമുക്ക് പെരുന്നാളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളെ മക്ക ബോർഡർ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ എത്തിയപ്പോൾ നമുക്കൊരു സമാധാനം, നമ്മളെ ബോർഡർ എത്തിയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് നമുക്കിനി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറുള്ളൂ കേട്ടോ നമ്മളെ റൂമിൻ്റെ അവിടേക്ക്. അപ്പോൾ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ റൂമിൻ്റെ അവിടേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് നമ്മൾ മീനെ കണ്ടു കേട്ടോ. ഇതൊക്കെ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ കേട്ടോ ഇതൊക്കെ തുറക്കുള്ളൂ. അല്ലെങ്കിൽ റോഡിൽ ആൾ മനസ്സിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ തുറക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഇത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ കുട പോലെ നിൽക്കണ കാണാൻ. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടോ മദീനത്ത് നോമ്പറക്കണം. അപ്പോൾ നമുക്കത് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ റൂമിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടക്കുകയാണ് റൂമിക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.